Papa. Yeah. Dad. Dad. Ready? Ready. Ready? Ready. With With us. us. ഹായ്. അപ്പൊ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി സുന്ദര കുടുംബമാരായിട്ട് വരാം. അല്ലേ? ഞങ്ങൾ റെഡിയായി. ഇങ്ങനെ തന്നെ നിൽക്കുന്നേ. സ്കൂളിൽ പോയിട്ട് നല്ല കുഞ്ഞായിട്ടിരിക്കണേ. കരയല്ലോ കേട്ടോ. അമ്മ വേഗം വരാം കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കണം. ഓക്കെ, എന്തുണ്ടെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഓക്കെ. നിയോ അങ്ങനെ ഞങ്ങളുടെ നിയോക്കുട്ടൻ്റെ സ്കൂളിലോട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. അവനെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന് പറഞ്ഞമ്മ. പക്ഷേ അമ്മയ്ക്കും ഇതേ സെയിം ഫീലിംഗ് തന്നെ ആയിരുന്നിരിക്കും അല്ലേ ഞങ്ങളെയൊക്കെ സ്കൂളിലാക്കുന്ന സമയത്ത്. അങ്ങനെ അവൻ കളിക്കേണ്ട ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ പോവുകയാണ്, അപ്പുറത്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും അവന് മനസ്സിലായി ഞാൻ പോവുകയാണെന്ന്. അവന് വല്ലാത്തൊരു വിഷമം അവൻ്റെ ഫേസിലുണ്ട്. എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ടീച്ചർ എനിക്ക് എടുത്ത് അയച്ചു തന്ന വീഡിയോ ആണത്. അവൻ ഓക്കെ ആയി, കരച്ചിലൊക്കെ നിർത്തി എന്നുള്ളൊരു സൂചന എനിക്ക് കിട്ടിയപ്പോൾ തന്നെ സമാധാനമായി. ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ അങ്ങോട്ട് സ്കൂളിൻ്റെ പടി കഴിഞ്ഞപ്പോൾ. എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ അവൻ്റെ ചിരിച്ച മുഖം കണ്ടപ്പോൾ എനിക്ക് പകുതി സമാധാനം. പിന്നെ സ്കൂള് വിടുന്ന ആ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. അവനും അതുപോലെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നിരിക്കും. അങ്ങനെ കണ്ടില്ലേ, കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പാവം. അങ്ങനെ ഭയങ്കര ആദ്യമായിട്ടല്ല ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത്. എല്ലാ അമ്മമാർക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഉറപ്പായിട്ടും. നല്ല വിഷമത്തോടെ വന്നത് അവൻ. വിതുമ്പി പറയുമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവൻ സമാധാനിപ്പിച്ചത്. എൻ്റെ കയ്യിൽ അവന് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. എൻ്റെ നിയോ ബേബി സ്കൂളിൽ പോകാനായിട്ട് വളർന്നു. അവൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എന്നും അവൻ്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റട്ടെ.